സോളാർ തട്ടിപ്പ് കേസിൽ ബിജു രാധാകൃഷ്ണനും സരിത എസ് നായർക്കും 6 വർഷം തടവ്. പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി ബിജു രാധാകൃഷ്ണൻ 75 ലക്ഷവും സരിത എസ് നായർ 45 ലക്ഷം രൂപയും പിഴയടയ്ക്കണം. ഗൂഢാലോചന, തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി കണ്ടെത്തി. ഇടയാളമുറ സ്വദേശി ബാബുരാജിന്റെ പരാതിയിലാണ് വിധി. അപ്പീൽ നൽകാനായി സരിതയ്ക്ക് ജാമ്യം അനുവദിച്ചു. ഈ ചർച്ചയിൽ കോടതിയുടെ ഒരു സുപ്രധാനമായ നിരീക്ഷണം സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ കത്ത് തന്നെ തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അഡ്വക്കേറ്റ് ഡി സുഗതൻ, DYFI സംസ്ഥാന സെക്രട്ടറിയും CPIM സംസ്ഥാന സമിതി അംഗവുമായ M സ്വരാജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ, മുൻ ചീഫ് വിപ്പും MLA-യുമായ ശ്രീ PC ജോർജ്, സരിത എസ് നായരുടെ അഭിഭാഷകൻ ശ്രീ പ്രിൻസ് തോമസ് എന്നിവരാണ്. ആദ്യം ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈൻ PC ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. നമുക്ക് ആദ്യം A സജീവനിലേക്ക് വരാം. ശ്രീ A സജീവൻ, ഈ വിധി വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാതിരി സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കത്ത് തന്നെ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇത് നൽകുന്ന സൂചന താങ്കൾക്ക് പറയാമല്ലോ. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നൊരു സൂചനയാണിത്. കാരണം പ്രതികൾ സെക്രട്ടേറിയറ്റിനകത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തും ഒക്കെ വിലസി നടക്കുകയായിരുന്നു എന്നുള്ള ആരോപണം അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ തെളിവുകളില്ല, പലതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഫോൺ ഉപയോഗിച്ച്, മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ടുള്ള ഫോണല്ല, മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന ഫോണിലേക്ക് സരിത വിളിക്കുകയും ആ ഫോണിൽ നിന്ന് സരിതയെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. അപ്പം മുഖ്യമന്ത്രിയാണോ ഇതിലെ ബന്ധപ്പെട്ട ആളെന്നുള്ള, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണ്ടത്ര ദുരുപയോഗപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കത്ത് ഒറിജിനലാണോ വ്യാജമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ഇത് തുടക്കം മുതൽ തന്നെ ഉണ്ടായ ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സ്റ്റാഫായിട്ടുള്ള ജോപ്പനും ജിക്കുവും സലീം രാജുമൊക്കെ ഈ സരിതയായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഫോണിലാണ് അതായത് കത്ത് വ്യാജമാണോ അല്ലയോ എന്നതൊക്കെ നമുക്ക് വീണ്ടും അന്വേഷണ വിധേയമാക്കാവുന്നതാണ്. പക്ഷേ കോടതിയുടെ ഈ പരാമർശം സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗപ്പെടുത്തി തട്ടിപ്പിനായി എന്നുള്ളത് വളരെ പ്രത്യക്ഷമായി സർക്കാർ സംവിധാനത്തെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ, MP-മാരെ, MLA-മാരെ, സോളാർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ എല്ലാ സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അന്നേ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ അതിൻ്റെ ഏതൊക്കെ വശങ്ങൾ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ഏതൊക്കെ ഘട്ടത്തിലാണ്, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് എന്നുള്ള കാര്യം കോടതി പറഞ്ഞില്ല. പറഞ്ഞില്ല. ഞാൻ സജീവൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ മുൻ ചീഫ് വിപ്പ് MLA-യുമായ ശ്രീ PC ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം സർക്കാർ സംവിധാനങ്ങൾ സോളാർ കേസിലെ പ്രതികൾ ദുരുപയോഗം ചെയ്തു എന്നാണ്. ഇതിൻ്റെ അർത്ഥം സർക്കാരുമായും, അതായത് മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും MP-മാരുമായും MLA-മാരുമായും ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളെ കോടതി ശരിവെക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? അമ്മാനി ബുദ്ധിയും ഇവരുള്ളവർ അങ്ങനെ കരുതും. പിന്നെ ഇത് ചുമ്മാ നിഷേധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളവർ തിരിച്ചു പറയും. ഇത് സത്യമല്ലേ, 100 സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ മുഖ്യമന്ത്രി എവിടെ നടന്ന വലിയൊരു കുംഭകോണമാണിത്. അതൊന്നും തെളിയിക്കപ്പെടാതെ പോവില്ല. പടച്ചോ മുകളിലുണ്ടെങ്കിൽ തെളിയും. ഒരു സംശയം വേണ്ട, ഇതെല്ലാം തെളിയും. പത്തനംതിട്ട കോടതിയുടെ വിധി വളരെ പ്രസക്തിയുള്ളൊരു വിധിയാണ്. ആ വിധിയുടെ ബാക്കി ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ എന്റെ ഒരു ചിന്തയിൽ ഇതിനകത്ത് പിടിക്കപ്പെടാൻ പോകുന്ന മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, ഇതെല്ലാം വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അല്ല, സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ? സംശയം എന്താന്ന്, സർക്കാർ സംവിധാനം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചല്ലോ. നമ്മുടെ ഭൂമി ഇടപാടുള്ള സലീം രാജിന്റെ, അതിനകത്ത് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടല്ലേ നടന്നത്. IAS ഉദ്യോഗസ്ഥന്മാർ വരെയല്ലേ ചുമ്മാ മുഖ്യമന്ത്രി. അപ്പോൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും ഒക്കെയുള്ള ആരോപണങ്ങൾ
ആ ആരോപണങ്ങളെ ശരിവെക്കുകയാണ് കോടതി. അല്ല, ആ കോടതി MLA-മാരും MP-മാരും കൂടെ ഒന്ന് ചേർത്തേ. 2 MP-മാരും ഉണ്ട് ഇതിനകത്ത്, 2 അല്ല 3 MP-മാരുണ്ട്. ആ പോട്ടെ, ഞാൻ അതിന് പേരൊന്നും പറയുന്നില്ല. യാതൊരു സംശയമില്ല, MLA-മാരുണ്ട്. എല്ലാം കൂടെ കൂടി ഒരു ഇറച്ചി കഷ്ണത്തിന് പുറകെ പട്ടി കൂടുന്ന പോലെ കൂടിയിരിക്കല്ലായിരുന്നു എല്ലാം കൂടെ. നാണം കെട്ടവന്മാര് അതായത് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുക. UDF ആണെന്നും പറയുന്നത് നാണം വേണ്ടേ? ഇത് പിരിച്ചു വിടണം UDF. AK ആന്റണിയും സുധീറിനും ഒക്കെയാണ് മിണ്ടാതിരിക്കുന്നത്, എനിക്കറിയില്ല. തീർച്ചയായും AK ആന്റണിയും ആദർശ ശുദ്ധിയുടെ പേര് കേട്ട AK ആന്റണിയും അതുപോലെ VM സുധീരനും ഒക്കെ ഇക്കാര്യത്തിൽ കോടതിയുടെ ഈ നിരീക്ഷണത്തിന്മേൽ കൃത്യമായും മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ ഇത് ഒരു കേസിലെ വിധി മാത്രമാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അനേകം കേസുകൾ, തട്ടിപ്പുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി പണം കൊടുത്ത് അതിനൊക്കെ എവിടെ നിന്ന് പണം വന്നു എന്നൊരു ചോദ്യം കൂടി ഈ സന്ദർഭത്തിൽ ഉയർന്നു വരുന്നില്ലേ? അതുണ്ടല്ലോ, അത് വളരെ വ്യക്തമല്ലേ. അത് മാത്രം പോരാ, ഈ സ്ത്രീ എവിടുന്ന ഒരു ഫ്ലാറ്റ് മേടിച്ചത്? ആ പണം എവിടുന്ന അറിയണ്ടേ? ഇത് കേസ് 6 കേസാണ് ഇപ്പൊ കോംപ്രമൈസ് എത്തിയിരിക്കുന്നത്, കാശ് കൊടുത്തു. അല്ല, താങ്കൾ ഫ്ലാറ്റ് വാങ്ങിച്ച കാര്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ന് കൈരളി TVയുടെ ആലപ്പുഴ ലേഖകൻ ഷാജഹാൻ പുറത്തു കൊണ്ടുവന്ന ഒരു സ്റ്റോറിയുണ്ട്. അതിനകത്ത് സരിതയുടെ മുൻ ജനറൽ മാനേജർ പറയുന്ന ഒരു കാര്യം, രാജശേഖരൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സരിത താമസിക്കുന്ന വീട്, ആ കത്ത് 21 പേജുള്ള കത്ത് പുറത്തുവിടാതിരിക്കാനുള്ള പാരിതോഷികമാണ് എന്നാണ്. അതായത് ഡോക്ടർ സന്തോഷ്, ഞാൻ അന്ന് മുതൽ പറഞ്ഞ് 21 പേജ് കത്ത്, എല്ലാവരും അത് 23 ആക്കി 25 ആക്കി. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു 21. ഇപ്പോഴെങ്കിലും കേരളത്തിലെ ജനങ്ങൾ PC-യോട് പറഞ്ഞ സത്യമെന്ന് അറിയുമല്ലോ. ഞാൻ അന്നും പറഞ്ഞു 21 പേജാണ് കത്ത്, അതല്ല 23 ആയി 25 ആയി. ഞാൻ മിണ്ടാൻ പോയില്ല. 21 തെളിഞ്ഞല്ലോ, ഇനിയും തെളിയും പലത് എനിക്കറിയാം. ഞാൻ ഇനിയും തെളിയും പലത്, ഇനിയും തെളിയാനുണ്ട്, തെളിയുക തന്നെ വേണം. ഞാൻ താങ്കൾക്ക് തിരക്കുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് താങ്കളോട് ചോദ്യം ചോദിച്ചത്. അഡ്വക്കേറ്റ് D. സുഗതൻ, താങ്കൾ ഈ ചർച്ച ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രതികൾ ഉപയോഗിച്ചത്? കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ് താങ്കൾ വായിച്ചെടുക്കുന്നത്? ഇവിടെ സജീവനും ജോർജും ഒക്കെ പറഞ്ഞ വളരെ വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവർ പറഞ്ഞത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇടയാറന്മുള സ്വദേശി ഒരു ബാബുരാജിനെ ബിജു രാധാകൃഷ്ണനും സരിതയും കൂടി 1 കോടി രൂപ പറ്റിച്ചു, സോളാർ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം കേസ് കൊടുത്തു. ഈ കേസ് നടത്തിയ സർക്കാരാണ്. സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സമർത്ഥമായി കേസ് നടത്തി അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. ആ തുക ഈടാക്കാനും അവർ 3 പേരെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാരിന്റെ വിജയമാണ് ഈ കേസ്. തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കാം. മാത്രവുമല്ല ഈ കേസ് അന്വേഷിച്ചത് ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് അതിനകത്ത് തന്റെ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് അഭിമാനം കൊള്ളുകയും ചെയ്തു. ADGP ഹേമേന്ദ്രനാണ്, സത്യസന്ധതയ്ക്ക് പേര് കേട്ടിട്ടുള്ള ADGP ഹേമേന്ദ്രനാണ് അന്വേഷിച്ചത്. ഇതൊക്കെ കേസിന്റെ വശം. പക്ഷേ സാർ, എന്റെ ചോദ്യം അതല്ല. കോടതിയുടെ ഈ നിരീക്ഷണം സാർ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? അതായത് സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗിച്ചു, തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു, സർക്കാരിനെതിരെയുള്ള പ്രത്യക്ഷ വിമർശനമല്ലേ അത്? അവരങ്ങനെ ഉപയോഗിച്ചതിന് കൂടിയാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അവരെയാണ് പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. പക്ഷേ ഈ സർക്കാർ സംവിധാനം ഈ പ്രതികൾക്ക് ഉപയോഗിക്കത്തക്ക തരത്തിൽ ആരാണ് ആ സർക്കാർ സംവിധാനം തുറന്നു കൊടുത്തത്? അത് പ്രധാനമല്ലേ? ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന ആളെ ശിക്ഷിക്കാറുള്ളൂ, മറ്റാരും ശിക്ഷിക്കാറില്ല. അത് സിനിമയിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിനിമയിലാകുമ്പോൾ എനിക്ക് താങ്കളുടെ നിലപാട് വ്യക്തമായി. ശ്രീ M. സ്വരാജ്, ഇങ്ങനെ സിനിമയിൽ കാണുന്ന ഒരു കഥ മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? ബഹുമാന്യനായ ശ്രീ D. സുഗതൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ പോലെയുള്ളവർ ഇത്തരം അപഹാസ്യമായ വാദഗതികൾ ഉയർത്തുന്നത് വേദനാജനകം എന്നേ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ കാണേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? ഒരു പ്രതി, ഒരു സ്ത്രീ, ആരുമാവട്ടെ, അവർ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ സർക്കാർ സംവിധാനം അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ അധികാരപരിധി, മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും MP-യുടെയും MLA-യുടെയും കേന്ദ്രമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും എല്ലാം സഹായത്തോടെയാണ്. ഈ തട്ടിപ്പിലെ കുറ്റവാളികളാണ് ഇവരെല്ലാം. കുറ്റപത്രത്തിൽ ഇവരുടെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് സരിത മാത്രമേ വന്നുള്ളൂ എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ചാൽ കേസ് കൊടുക്കണ്ടേ? അതിന് പ്രത്യേകമായിട്ട് കേസ് എടുക്കണ്ടേ? മല്ലേലി ശ്രീധരൻ നായരുടെ ഒരു പരാതി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ.
അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് കാശ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളല്ലെന്ന് പറഞ്ഞു ബഹുമാന്യനായ ശ്രീ സുഗതൻ ഉൾപ്പെടെയുള്ളവർ. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ന്യായം? അതൊക്കെ മാഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനൊരു വഷളൻ ന്യായം ആരെങ്കിലും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളയാനുള്ളതാണോ? മാഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ടവറിൻ്റെ സിഗ്നലുകൾ പരിശോധിക്കണം. അന്ന് ഈ പറയപ്പെട്ട പ്രതികളുടെയും മുഖ്യമന്ത്രി ഉപയോഗിച്ച ഫോണിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും എല്ലാം മൊബൈൽ ഏത് ടവർ ലൊക്കേഷനിലായിരുന്നു എന്ന് പരിശോധിക്കണം. പരിശോധിച്ചോ? എന്തേ ഒളിച്ചോടിയത്? അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ചോദിച്ചത് മുഖ്യമന്ത്രിയോട്, നിങ്ങളുടെ ഓഫീസ് കുറ്റവാളികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നുവോ? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൈക്കോടതി മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വിധി. എന്താ വിധിയിൽ പറഞ്ഞത്? സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇവിടെ സാമ്പത്തിക തട്ടിപ്പുകാർക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. കാരണം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ ആ തട്ടിപ്പിൽ പങ്കാളികളായി നിൽക്കുന്നു. ഒരു കേസിൻ്റെ വിധിയേ വന്നിട്ടുള്ളൂ. ഒരുപാട് ഒത്തുതീർപ്പാക്കി പുറത്തു വെച്ച്. നിങ്ങളുടെ പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ അതിലെന്താ ഒത്തുതീർപ്പാക്കാൻ സർക്കാർ സംവിധാനം സഹായം ചെയ്തു കൊടുത്തില്ലേ? എവിടുന്ന് കിട്ടി ഈ കാശെല്ലാം? ഇപ്പോൾ കോടതിയിൽ ധീരമായി ഒരാൾ കേസ് നടത്തി, അതിൽ വിധി വന്നു. പല വിധികളും വരാനിരിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി. സ്വരാജ്, ഞാൻ തിരികെ വരാം. അഡ്വക്കേറ്റ് ഡി സുഗതൻ, സ്വരാജ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിക്കുമ്പോൾ ബിജു രാധാകൃഷ്ണനെയും സരിതയും മാത്രമേ പ്രതികളാക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല അവർക്കെതിരെ മാത്രമാണ് പരാതിക്കാരൻ്റെ പരാതി. പക്ഷേ കോടതിയുടെ നിരീക്ഷണം, അതിനെ നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും സാർ? ക്രിമിനൽ കേസിൽ കോടതിയുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങളെ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ക്രിമിനൽ കേസിൽ ചാർജിൽ തെളിവുണ്ടോ എന്ന് നോക്കാറുള്ളൂ. പ്രതികളല്ലാത്തവർ ശിക്ഷിക്കാറില്ല. ഇവർ 2 പ്രതികളെ ഈ കേസിലുള്ളൂ, അവരെ ശിക്ഷിച്ചു. അല്ല, അതൊക്കെ വ്യക്തമാണല്ലോ. വ്യക്തമാണ്. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് പീപ്പിൾ ടിവിയുടെ താങ്കളുടെ സുഹൃത്തായ ആലപ്പുഴയിലെ ലേഖകൻ ഷാജഹാൻ ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു റിപ്പോർട്ട്, അതായത് സരിതാ നായരും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഇപ്പോഴും സജീവ ബന്ധം എന്ന് സരിതയുടെ മുൻ ജീവനക്കാരൻ രാജശേഖരൻ. ഷാജഹാന്റെ റിപ്പോർട്ടാണ്. സരിതയുടെ നിലവിലെ വീട് 21 പേജുള്ള കത്ത് മുക്കിയതിന്റെ പ്രതിഫലമാണെന്നാണ് ആ ദൃശ്യത്തിൽ ആ ദൃശ്യത്തിൽ പറയുന്നത്, ആ വീഡിയോയിൽ പറയുന്നത്. ഷാജഹാൻ അവിടെ ഉണ്ടല്ലോ, താങ്കൾ ആലപ്പുഴ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്, അത് കണ്ടു നോക്കാം. ഇതെല്ലാം സോളാർ കമ്മീഷന്റെ മുന്നിൽ വരേണ്ട കാര്യങ്ങളാണ്. അവിടെ തെളിവ് കൊടുക്കട്ടെ, ഈ ക്രിമിനൽ കേസിൽ ശരി, അത് സമാന്തരമായി നടക്കുന്ന അന്വേഷണമാണ്. പക്ഷേ ഇതുപോലെ കോടതിക്ക് പുറത്ത് അനേകം കേസുകൾ ഒതുക്കി തീർത്തു. ഇവരെ ആരെ സഹായിക്കേണ്ട യാതൊരു ബാധ്യതയും ഞങ്ങൾ അങ്ങനെ ഒതുക്കി തീർക്കാൻ എവിടുന്ന് സരിതാ നായർക്ക് പണം കിട്ടി എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് കോടതിയുടെ നിരീക്ഷണം പ്രധാനമാകുന്നത്. സർക്കാർ സംവിധാനം അന്വേഷിക്കേണ്ട കാര്യം. ശരി, എ സജീവൻ ഇതില് വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി അഡ്വക്കേറ്റ് സുഗതന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞു സർക്കാരിൻ്റെ വിജയമാണെന്നുള്ളത്. തീർച്ചയായിട്ടും അന്വേഷിച്ച പ്രേമേന്ദ്രൻ്റെ വിജയം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ബാബുരാജ് ആദ്യമായിട്ട് സർക്കാരിൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുമായി ചെല്ലുന്നു. അത് പരിഗണിക്കപ്പെടാതെ വന്നപ്പോഴാണ് അദ്ദേഹം പ്രൈവറ്റ് അന്യായം കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അക്കാര്യം വന്നപ്പോഴാണ് കോടതി ഇത് സർക്കാരിനോട് അന്വേഷിക്കാൻ പറയുന്നത്, ആഭ്യന്തര വകുപ്പിനോട് അന്വേഷിക്കാൻ പറയുന്നത്. നേരിട്ട് കോടതി ഇടപെടുന്നതല്ല. അതിനു മുമ്പേ ഈ ബാബുരാജ് സർക്കാരിന് കൊടുത്ത പരാതിയിൽ ഒരു തരത്തിലുള്ള അന്വേഷണം നടക്കാതെ പോയപ്പോൾ അദ്ദേഹം കോടതിയിലേക്ക് നേരിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ബാബുരാജിൻ്റെ വിജയമെന്നല്ലാതെ നമ്മൾ സർക്കാരിൻ്റെ വിജയമായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. കാരണം അത് സാധാരണ രീതിയിലൊരു ക്രിമിനൽ കേസാണെങ്കിൽ സർക്കാരാണ് പ്രോസിക്യൂഷൻ, അതുകൊണ്ട് ആ രീതിയിലേക്ക് സർക്കാരിന് വിജയം എന്നൊക്കെ പറയാം. ഇതങ്ങനെയല്ലല്ലോ. ഇതിനെ നാൾ വഴി എന്ന് പറയുന്നത് നേരിട്ട് കോടതിയിലേക്ക് ബാബുരാജ് പോയതല്ല. ബാബുരാജ് ആദ്യഘട്ടത്തിൽ സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. ഇക്കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നീട് അത് അന്വേഷണം തീർച്ചയായിട്ടും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെയും ഇത് ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ വിജയം തന്നെയാണ്, സമ്മതിക്കാം. അല്ല, മാത്രമല്ല എ സജീവൻ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സോളാർ കേസിൽ ജോപ്പനെ ധൃതി വെച്ച് അറസ്റ്റ് ചെയ്തത് വിവാദമായ കാര്യമാണ്. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ വേണ്ടി തിരുവഞ്ചൂർ നടത്തിയ ഒരു രാഷ്ട്രീയ കളിയായിരുന്നു എന്ന് അന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. താങ്കൾക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? വൈകാതെ തന്നെ തിരുവഞ്ചൂരിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു.
നമ്മൾ വിചാരിച്ചു, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഓഫീസിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള 3 പേരാണ് തുടർച്ചയായിട്ട് ഈ കേസിൻ്റെ ഭാഗമായിട്ട് പ്രതികളാക്കപ്പെടുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ വന്നപ്പോൾ കൃത്യമായിട്ടും അന്വേഷണം വളരെ ശക്തമായി പോകുന്നുള്ള കാര്യം മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അതിൻ്റെ രീതിയിൽ പോകേണ്ടതായിരുന്നു. ഇപ്പം നേരത്തെ സ്വരാജ് പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ പരിഗണിക്കുകയാണ്. കാരണം ഇത് ഒരു കേസിൽ വിധി വന്നു, കോടതിയുടെ വിധി വന്നു. ഇനി ശ്രീധരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തുള്ള കുറേ കേസുകൾ കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കാതെ പോയി കിടക്കുന്നില്ല എപ്പോഴും. എന്തുകൊണ്ടാണ് ഈ കേസ് ഇതിനു മുമ്പ് 33 കേസാണ് ഈ ഇതുമായിട്ട് സോളാർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ADGPയുടെ നേതൃത്വത്തിൽ കീഴിലുള്ള സ്ക്വാഡ് അന്വേഷിച്ചിട്ടുള്ളത്. ഈ 33 കേസിൽ എത്ര കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞു? കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽമെൻ്റ് ആക്കുമ്പോൾ വെറുതെ കൊടുത്ത പരാതിക്കാരൻ പരാതി പിൻവലിക്കലല്ലോ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് കൊടുത്ത കാശെങ്കിലും തിരിച്ചു കിട്ടണം. നമുക്കറിയാം കൊടുത്ത കാശല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി ചോദിക്കും. കാരണം ഒരു കേസിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ പരമാവധി ഊറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും ഊറ്റിയെടുക്കും. ഈ കാശൊക്കെ ഇവിടെ നിന്ന് വന്നു. സരിത കബളിപ്പിച്ചു എന്ന് പറയും. ഇപ്പോൾ ഈ ബാബുരാജിൻ്റെ കേസിൽ പോലും 1,36,00,000 കേസാണ്. ആ 1,36,00,000 ഉൾപ്പെടെ ശ്രീധരൻ നായരുടെ കേസ് ഉൾപ്പെടെ എല്ലാറ്റിലും കബളിപ്പിച്ചെടുത്തു എന്ന് പറയുന്ന കാശ് എവിടെ? ഇത് സെറ്റിൽ ചെയ്യാൻ സരിത ജയിലിൽ കിടക്കുമ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ കിട്ടി എവിടുന്ന് കാശ് വന്നു? ഇത്തരം കുറേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കുമ്പോൾ പക്ഷേ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് ഏത് പാർട്ടി, ഏത് മുന്നണി രാഷ്ട്രീയമുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ കുറേ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ഡി സുഗതൻ, എ സജീവൻ പറഞ്ഞത് അതാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ്. എ സജീവനും ഇപ്പോൾ പറഞ്ഞത് എവിടെ നിന്ന് ഈ പണം വന്നോ അവിടെയാണ് അപ്പോൾ എവിടെ നിന്ന് പണം വന്നു എന്നുള്ളതിന് കോൺഗ്രസ്സുകാരിയാണ് ഞാൻ, അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരുമായി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടതെന്ന് സരിത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ആയിരിക്കും സരിതയെ സഹായിച്ചിട്ടുണ്ടാകുക എന്ന് വ്യക്തമാണ്. ഇന്നത്തെ കേസും ഈ പറയുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? സർക്കാർ സംവിധാനം പ്രതികൾ ഉപയോഗിച്ചു തട്ടിപ്പിനായി. അങ്ങനെയാണ് സർ അതിനകത്ത് ബന്ധം വരുന്നത്. അതിനാണ് ശിക്ഷിച്ചവരെ. അതുകൂടി പറഞ്ഞാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. അവരങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ശിക്ഷിച്ചതവരെ. ശിക്ഷിച്ചിരിക്കുന്നു. ശരി, നമുക്ക് അഡ്വക്കേറ്റ് ഡി സുഗതൻ പറയുന്നത് പോലെ വളരെ ലളിതവൽക്കരിച്ച് കാണാൻ കഴിയുമോ? അദ്ദേഹത്തോട് മുതിർന്നൊരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് ബഹുമാനമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചർച്ച കാണുന്നവർ വിലയിരുത്തട്ടെ. സോളാർ തട്ടിപ്പ് കേസുകളിൽ ഒന്നിൻ്റെ വിധിയാണ് പുറത്തു വന്നത്. മറ്റൊരു കേസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇതുമായിട്ട് എന്ത് ബന്ധം ചോദിക്കുന്നില്ല. എന്താ യുക്തി? ഇതൊരു തട്ടിപ്പ് ചെയിനിലെ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നു. അവിടെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു, സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗപ്പെടുത്തി. ഏതെങ്കിലും ഒരു പ്രതിക്ക് സ്വന്തം നിലയ്ക്ക് ഒരു സർക്കാർ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താനാവില്ല. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഗവൺമെൻറ്റാണ്, മുഖ്യമന്ത്രി തന്നെയുമാണ്. അവിടെ നിങ്ങൾക്ക് മറുപടി പറയാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വരാജ്, ഞാൻ ഇടപെടുന്നു. നമുക്ക് സമയപരിമിതി മൂലം യഥാർത്ഥത്തിൽ ഈ വിധി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് പ്രേക്ഷകർക്ക് ഈ ചർച്ചയിലൂടെ ബോധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ഡി സുഗതൻ, ശ്രീ എം സ്വരാജ്, ശ്രീ എ സജീവൻ, ശ്രീ PC ജോർജ് എന്നിവർ എല്ലാവർക്കും നന്ദി.